അന്തിക്ക് വന്ന മഴയും അതേപോലെ അന്തിക്ക് വന്ന വിരുന്നാരും പോവില്ല എന്ന് പറയുന്ന ഉണ്ടാരോ പറഞ്ഞൊരു പഴഞ്ചൊല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഉച്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മഴയുണ്ട് കേട്ടോ. അതാണെങ്കിൽ നേരം പൊളക്കോളം ഇടി മഴ കേട്ടോ. അപ്പൊ അവന്റെ അമ്മ അതാ തേങ്ങയൊക്കെ വെയിലത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കൊണ്ടുവന്ന് വെക്കുകയാണ്. അപ്പത്തിന് ഇന്റേതാ കുഞ്ഞിപ്പെണ്ണ അതാ അവിടെ കളിച്ചോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അമ്മ അതാ തേങ്ങ എടുത്തോണ്ട് വരുന്നതൊക്കെ ഓരോ ന്യായം പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോഴത്തേന് മഴ തൂവിടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ വേഗം കുട്ടിയുടെ തുണികളൊക്കെ തിരുമ്പിയിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ. അതൊക്കെ ഒന്ന് എടുത്തു വെക്കാലോന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് വന്ന അപ്പോഴത്തേന് മഴ പോവുകയും ചെയ്തു. അപ്പോഴത്തേന് ഇടി ഒരു ഭാഗത്തുനിന്ന് വരുന്നുണ്ടായിരുന്നു കേട്ടോ. മിന്നലുണ്ടായിരുന്നു. വേഗം എടുത്തു വെക്കാലോന്നൊക്കെ വിചാരിച്ചു നടക്കും. അത് അവിടെ ഇട്ടിട്ട് വരാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്തായാലും ഉണങ്ങിയിട്ടില്ല കേട്ടോ. ഒരു ഭാഗം ഒന്നും ഉണങ്ങിയിട്ടേ ഇല്ല കേട്ടോ. ഈ ബനിയന്റെ തുണികളൊന്നും പെട്ടെന്ന് ഉണങ്ങി കിട്ടില്ലല്ലോ. അപ്പൊ അങ്ങനെ ഞാൻ എന്തായാലും അത് ആലയിൽ എടുത്തിട്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് അത് അടുക്കി വെക്കുകയാണ് കേട്ടോ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ ഇപ്പൊ ഭയങ്കര കേമത്തിലാണ് കേട്ടോ വരിക. അപ്പൊ എന്തായാലും നമ്മൾ മഴ ഇങ്ങോട്ട് തുള്ളിയിടുമ്പോഴത്തേനും അകത്ത് കയറിയിട്ടില്ലെങ്കിൽ പണി കിട്ടും കേട്ടോ. അതോ മിന്നലൊക്കെ എന്താണെന്നറിയോ, അതുകൊണ്ട് ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഇടിയും അതേപോലെ ഇടിവാളും ഭയങ്കര പേടിയാണ് കേട്ടോ. വേറെ മഴ എത്ര പെയ്താലും കാറ്റടിച്ചാലും എനിക്ക് ഇത്ര പേടിയില്ല കേട്ടോ. അപ്പൊ അത്രയും എന്താണ്. അപ്പൊ അങ്ങനെ ഞാൻ എന്തായാലും ഇതൊക്കെ ഒന്ന് എടുത്തു വെച്ചിട്ട് വേണം ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കാൻ കേട്ടോ. അപ്പൊ ഇനി ഇന്ന് മഴ പെയ്യോ ഇല്ലേന്നൊന്നും ഉറപ്പിക്കാൻ പറ്റില്ല. തുള്ളിത്തൂവി ഇങ്ങനെ ആളിങ്ങനെ ആടിക്കളിച്ചോണ്ടിരിക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ മഴ നിലത്ത് വീണാ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അപ്പൊ അങ്ങനെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ വരുന്നുണ്ട്. ഹായ് ഒക്കെ പറഞ്ഞിട്ട്. ഇവിടത്തെ ഈ തുള്ളലും ഇതൊന്നും അവിടെ പറ്റില്ല കേട്ടോ. അവിടെയാണെങ്കിൽ എന്താ അവളുടെ ഒരു കാട്ടിക്കൂട്ടൽ, എന്താ ഒരു കോപ്രായം പിള്ളേക്ക്, എന്താ ഈ കാട്ടുന്നത് എന്നുള്ളൊരു വർത്താനം കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ അവന്റെ അമ്മ അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പൊ അവൻ പട്ടയൊക്കെ വെട്ടിയൊക്കെയാണ് കേട്ടോ. മഴ പിന്നെ വരുമ്പോഴത്തേനും മഴക്കാലം വരുമ്പോഴും മഴക്കാലം പോകുമ്പോഴാണ് കേട്ടോ എന്റെ അമ്മയ്ക്ക് പാവം ആകെ തിരക്ക്. കാരണം ഇനി പണി തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പൊ അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഓരോരോ തിരക്കായിരിക്കും കേട്ടോ. അപ്പൊ അങ്ങനെ പട്ട വെട്ടിക്കലൊക്കെ കഴിഞ്ഞ് എന്റെ കുഞ്ഞാറ്റ അത് അവിടെ കളിച്ചോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പാവം രാവിലെ മുടി കെട്ടാൻ വേണ്ടിയിട്ട് വിളിച്ചതാ. എവിടെ വരുന്നു അവള്? മുടി കെട്ടാനേ വരില്ല. മുടി കെട്ടുന്നത് ഇഷ്ടമല്ല, കുളിക്കാൻ തലയിൽ എണ്ണ തേക്കുന്നത് ഇഷ്ടമല്ല, അങ്ങനെ ഒന്നും ഇഷ്ടമല്ലാത്തൊരു കുട്ടിയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനിതാ വേഗം പോയി കുളിച്ചിട്ട് വന്നിട്ടോ. മഴ പെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ കുളിയൊന്നും നടക്കില്ല കേട്ടോ. അപ്പൊ അങ്ങനെ ഞാൻ പെട്ടെന്ന് പോയിട്ട് കുളിയൊക്കെ പെട്ടെന്ന് പാസ്സാക്കിയിട്ട് വന്നേ. അങ്ങനെ ഓടി വന്ന് നോക്കുമ്പോ എന്താ മഴയൊന്നും പെയ്തൂല്ല കേട്ടോ. മഴ ഇപ്പൊ പെയ്യും ഞാൻ ഇതാ വന്നു എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നോക്കുമ്പോ ആള് പോയിക്കണു. ഇനിയിപ്പോ എപ്പോഴാന്ന് വരികയെന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ അതാ ഞാൻ പകുതി അടിച്ചോണ്ടിരിക്കുമ്പോ വീണ്ടും വന്നിട്ട് ആള്. അപ്പൊ തുണി ഞാൻ വെയിലത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ചവിട്ടി തുണികളൊക്കെ. അപ്പൊ അതവിടെ കനാലിന്റെ സൈഡിലായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ വേഗം അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് വരാലോ എന്നൊക്കെ വിചാരിച്ചു. അത് എടുത്തിട്ട് വരാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓടിയതാട്ടോ. ചില സമയത്ത് എന്താ അറിയില്ല, എന്തെങ്കിലും പറയുമ്പോ നാവിനൊരു വഴിയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ അതാ പോയിട്ട് അങ്ങനെ അതെല്ലാം എടുത്തിട്ട് വന്നു. ഇനിയിപ്പോ എന്തായാലും ഇതൊന്ന് അടിച്ചു കോരട്ടെട്ടോ. ഇനിയിപ്പോ ഈ മഴ എപ്പോൾ പെയ്യുന്ന ഒരു നിശ്ചയമില്ല. നമ്മുടെ പണി ഇങ്ങനെ മുടക്കിക്കൊണ്ടേയിരിക്കും കേട്ടോ. നമ്മളെന്തെങ്കിലും പണി എടുക്കാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേനും മഴ പെയ്യും. അല്ലെങ്കിൽ അങ്ങനെയാണ്. തേങ്ങ വെയിലത്തിട്ടിട്ടുണ്ടെങ്കിൽ ഉച്ചയാകുമ്പോഴത്തേനും മഴ തൂവാൻ തുടങ്ങും കേട്ടോ. അതാണെങ്കിൽ ഒരു ശകലം നനഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനെങ്കിലും പറ്റുമോ? അതാണ് അവസ്ഥ കേട്ടോ. അപ്പൊ ഇനിയിപ്പോ ഈ മഴക്കാലം പോയാൽ പിന്നെ നമുക്കൊരു പേടിയില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഉണക്കലും ഇതാക്കലും പൊടിക്കലും എല്ലാ സംഗതികളും നടക്കും. അതുപോലെ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞു കേട്ടോ. അടിച്ചുവാരൽ കഴിഞ്ഞു. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേനും ഇനിയിപ്പോൾ ഏട്ടൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. രേഷേട്ടൻ ഒന്ന് പണിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ 3 മണിയൊക്കെ ആയപ്പോഴാണ് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ ഓട്ടം പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നേരം വൈകിട്ടൊക്കെ വരിക കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി ഏട്ടൻ വരുമ്പോഴത്തേനും ചായയൊക്കെ വെക്കണം കേട്ടോ. അപ്പം ഇനി എന്തായാലും ചായയൊക്കെ വെക്കട്ടെ. ചായ വെക്കുമ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ കുടിക്കണം. ഇനി കുഞ്ഞാറ്റയ്ക്ക് കൊടുക്കാനും പറ്റില്ല. അപ്പം അങ്ങനെ ഞാൻ വന്നു പോയി എന്നൊക്കെ പറഞ്ഞു. ഇതാ പോയി എന്നൊക്കെ പറഞ്ഞ പോലെ ആളെത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തകർത്ത് തിമർത്ത് അപ്പം ഇത് കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ആള്. മഴയും അപ്പം അങ്ങനെ എന്തായാലും ഇനി ചായ വെക്കണം. അങ്ങനെ നല്ല മഴയാണ് കേട്ടോ. കനത്ത മഴ കേട്ടോ. നല്ല മഴക്കാറൊക്കെ മൂടി കെട്ടിയിട്ടുള്ള മഴയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ രാവിലത്തെ കുറച്ച് ഇഡ്ഡലിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ ഇഡ്ഡലിയും കട്ടൻ ചായയൊക്കെ വെച്ചിട്ട് ഞാൻ കുറച്ച് ചായയൊക്കെ കുടിച്ചിട്ടാ. അപ്പം ഇനി ഏട്ടൻ പാല് കൊണ്ടുവരുന്ന സമയത്ത് എന്തായാലും ഇനി അപ്പം ചായ വേറെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ കട്ടൻ ചായയും അതേപോലെ ഈ മഴയത്ത് ഒരു പാട്ടൊക്കെ കേട്ടിട്ട് നമുക്ക് ഒരു കട്ടൻ ചായയും കുടിച്ച് എന്തെങ്കിലുമൊക്കെ ഇരിക്കുമ്പോഴേ എന്തായാലും ഒരു ഫീലില്ലേ. അപ്പം അങ്ങനെ ഞാൻ എന്തായാലും ഇഡ്ഡലി കഴിക്കട്ടെ കേട്ടോ. ഒരു ഊക്ക് പണി എടുത്തുക്കണം. കാരണം പണീനെക്കാട്ടിലും കൂടുതൽ ഞാൻ ഓട്ടാണ് കേട്ടോ നടന്നിക്കണത്. ഈ മഴ വരുന്നു പറഞ്ഞിട്ട് മനുഷ്യനെ പേടിപ്പിച്ചിട്ടേ ഇങ്ങടോട്ടം അവിടേക്ക് എടുത്ത് വെക്കാൻ ഓടല്, ഇവിടേക്ക് തേങ്ങ എടുത്ത് വെക്കാൻ ഓടല്, അതുപോലെ തുണികൾ എടുത്ത് വെക്കാൻ ഓടല്, മുറ്റടിക്കൽ, അങ്ങനെ ഓരോരോ തിരക്ക് കണ്ട് ഞാൻ ആകെ ക്ഷീണിച്ച് വലഞ്ഞ് വിശന്ന് വണ്ടാരടങ്ങിയ സമയമായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല. കുളിയും കൂടിയും കഴിഞ്ഞതല്ലേ, നല്ല വിശപ്പ്. അങ്ങനെ 2 ഇഡ്ഡലി ഉണ്ടായിരുന്നു കേട്ടോ രാവിലത്തെ. അപ്പൊ അതും എടുത്ത് കഴിക്കുകയാണ്. അപ്പൊ ഇനി എന്റെ കുട്ടി ഉണ്ട് കേട്ടോ, അവളെ കളിക്കുന്നുണ്ട് കേട്ടോ അകത്ത്. അപ്പൊ ഇനി അവള് ഇനി കുറച്ചു നേരമൊക്കെ കളിച്ചു. പിന്നെ അങ്ങനെ താഴത്തെ അമ്മമ്മ വിളിച്ചിട്ട് അത് അങ്ങനെ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ മഴ ഒന്നൊന്ന് ശമനം വന്നപ്പോഴാണ് ആൾ അങ്ങോട്ട് പോയത് കേട്ടോ. അപ്പൊ ഇനിയിപ്പോ മഴ വീണ്ടും കനക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അമ്മ അവിടെ ഇരുന്നിട്ട് അതാ മഴ കാണുന്നൊക്കെ ഉണ്ട് കേട്ടോ. അമ്മ എന്നോട് പറഞ്ഞു ഇങ്ങോട്ട് വായോ എന്നൊക്കെ പറഞ്ഞിട്ടു. അല്ല ഞാനില്ല, ഞാൻ എന്തായാലും വീഡിയോ എടുക്കട്ടെ. കാരണം എൻ്റെ ട്രൈപ്പോഡൊക്കെ കേട് വന്ന് കണക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ കേട്ടോ.
അപ്പം അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പം എന്നാൽ ശരി അവിടെ ഇരുന്ന് പറഞ്ഞു. അങ്ങനെ അതും കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കറണ്ടിന്റെ പാട്ടിന് പോയി കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേന് തന്നെ കുറച്ച് സമയം എടുത്തുകൊണ്ട് ഞാൻ പിന്നെ ആ ഇരുട്ടത്ത് തന്നെ ഇരുന്ന് കഴിച്ചു കേട്ടോ. അകത്തേക്ക് നല്ല വെട്ടം കമ്മി ഉണ്ടായിരുന്നെങ്കിലും കുറച്ച് പുറത്തേക്കൊക്കെ നല്ല വെട്ടം ഉണ്ടായിരുന്നു കേട്ടോ. മഴക്കാരൊക്കെ പോയതുകൊണ്ട് കുറച്ച് വെട്ടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ഇതാ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വീണ്ടും മഴ കനത്തു. ഇതാ തോട്ടിലൊക്കെ വെള്ളം കയറാൻ തുടങ്ങിയിട്ട് കേട്ടോ. വീണ്ടും നല്ല കനത്ത മഴയാണ് കേട്ടോ. അപ്പം ഇനി മലയ്ക്ക് മഴ പെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേനാണ് വെള്ളപടിക്ക് എത്തുള്ളൂ കേട്ടോ. അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് മലവെള്ളം ഇറങ്ങി വരുമ്പോഴത്തേന് എന്തായാലും ഒരു 5-10 മിനിറ്റ് ആവും കേട്ടോ. നമ്മുടെ ഇവിടെ നമുക്ക് മഴ കുറവാണെന്നുണ്ടെങ്കിലും മലയിൽ നല്ല മഴയാണെങ്കിൽ നമുക്ക് തോട്ടിൽ വെള്ളം ഉണ്ടാകും. കാരണം ചിലപ്പോൾ ഇവിടെ മഴ ഉണ്ടാവില്ല, ചിലപ്പോൾ മലയ്ക്ക് നല്ല മഴയായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് തോട്ടിൽ നല്ല വെള്ളം വരും. അങ്ങനെ പെട്ടെന്ന് നമുക്ക് ചതിയിൽ ഇറങ്ങാനും പറ്റില്ല കേട്ടോ. അപ്പം അവൻ്റെ അമ്മ അതാ മഴയും മഴയും കണ്ടങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഏട്ടൻ വന്നിട്ട് ഇതാ ചായയൊക്കെ വെച്ചു. ഇതിനിടയ്ക്ക് അമ്മ പാവം റേഷൻ കടയ്ക്ക് പോയിട്ടോ. റേഷൻ കടയ്ക്ക് രാവിലെ പോയിക്കുമ്പോൾ അരി വന്നിട്ടില്ല എന്നും പറഞ്ഞിട്ട് പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് വരാമെന്നും പറഞ്ഞ് റേഷൻ കാർഡും സെഞ്ചിയും കവറും പൊക്കണൊക്കെ അവിടെ വെച്ചിട്ട് വന്നു കേട്ടോ. അപ്പം ഏട്ടൻ വന്നപ്പോൾ പറഞ്ഞു അമ്മ എവിടെയെന്ന് ചോദിച്ചപ്പോൾ അമ്മ റേഷൻ കടയ്ക്ക് പോയിരിക്കുക പറഞ്ഞു കേട്ടോ. അപ്പം അങ്ങനെ ഇതാ കുട്ടി അച്ഛനും കൂടിയിട്ട് ഇതാ അമ്മേനെ കൊണ്ടുവരാൻ പോയിട്ടുണ്ട് കേട്ടോ. കാരണം ഞങ്ങളുടെ റോഡൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി റോഡാട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും നമ്മുടെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കേട്ടോ. ചളി കൊണ്ടും വെള്ളം കൊണ്ടും ഒരടി വെക്കാൻ അല്ലെങ്കിൽ ഒരു കാല് വെക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. അപ്പം അങ്ങനെ അച്ഛനും മോളും കൂടി അമ്മമ്മേനെ കൊണ്ടുവരാൻ പോയിട്ടുണ്ട്. ആ സമയം കൊണ്ട് ചായയൊക്കെ വെച്ച് റെഡിയാക്കി. ഏട്ടനോട് ചായ കുടിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ വന്നിട്ട് കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ അങ്ങനെ പോയിട്ടോ. ചൂടല്ലേ എന്നൊക്കെ പറഞ്ഞു. കാരണം ഏട്ടൻ 2-3 ചായയൊക്കെ കുടി കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ പണി മാറ്റി വന്നിട്ടുണ്ടാവുക. അപ്പം അതുകൊണ്ട് ഏട്ടൻ ചായ കുടിച്ചില്ല. അപ്പോൾ ഏട്ടൻ വരുമ്പോൾ കുറച്ച് പച്ചക്കടല കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കുട്ടിക്ക് കൊടുക്കാനും പറ്റില്ലയോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, നല്ല മഴയല്ലേ, അപ്പോൾ കുറച്ച് പാലൊഴിച്ച ചായയും കുറച്ച് പച്ചക്കടലയും അത് ഭയങ്കര ഇഷ്ടമാട്ടോ. മൈ ഫേവറേറ്റ് സാധനമാണ് കേട്ടോ. അതേപോലെ നമ്മുടെ ഈ വെള്ളപ്പട്ടാണി, അതായത് എന്താ പറയുക, നമുക്ക് ഈ പൊട്ടുകടല എന്നൊക്കെ പറയല്ലേ, പൊട്ടുകടല തോടുള്ളത് വറുത്തത്, അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനം കേട്ടോ. ഞാൻ ഈ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ പഠിക്കണ കാലത്തൊക്കെ ഞങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങൾ സ്കൂൾ വിട്ട് വരുമ്പോൾ 4 മണിക്ക് കിട്ടോ നമുക്ക് ജീരക മിഠായും പൊട്ടുകടലയും അതൊക്കെ 20 പൈസയ്ക്ക് 30 പൈസയ്ക്ക് അന്നത്തെ കാലത്ത് കുറേ കിട്ടും കേട്ടോ. ഒരു 100 ഗ്രാം 50 ഗ്രാം വെച്ചിട്ടൊക്കെ കിട്ടും. എന്നിട്ട് അത് മേടിച്ച് വാങ്ങിച്ച് കഴിച്ച് തിന്നിട്ട് ഇങ്ങനെ പോരും മക്കളെ. അതൊരു വേറെ ഫീല്. അപ്പം അടുത്ത വീഡിയോ കാണാം. അപ്പോൾ കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം